നമസ്തേ. വിശ്വാസത്തിൻ്റെ അമരാലയ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊപ്പം ഉള്ളത് അമരാലയ എന്ന ആയുർവേദ ഉൽപ്പന്നത്തിൻ്റെ ഡിസൈനറും തിരുവനന്തപുരം MG കോളേജിലെ സുവോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ശക്തി ബാബുവാണ്. സർ, സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും ഈ കരൾ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അല്ലേ? നമ്മുടെ ജീവിതചര്യകളിൽ വന്ന മാറ്റം, ഭക്ഷണശീലങ്ങളിൽ വന്ന മാറ്റം, അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു ഉൽപ്പന്നത്തിൻ്റെ, അമരാലയ എന്ന ഉൽപ്പന്നത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നത്. ശരി. എങ്ങനെയാണ് ഈ അമരാലയ മറ്റ് മരുന്നുകളിൽ നിന്ന്, നമ്മുടെ വിപണികളിപ്പോൾ സജീവമാണ് അല്ലേ? ഇഷ്ടം പോലെ നമുക്ക് മരുന്നുകൾ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് നേരിട്ട് പോയിട്ട് നമുക്ക് വാങ്ങാം, ഓൺലൈനിലൂടെ വാങ്ങാം. അവിടെയാണ് അമരാലയ എന്ന ഉൽപ്പന്നത്തിൻ്റെ പ്രസക്തി അല്ലേ? അതെ. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ചുറ്റുപാടും നമുക്ക് തന്നെ അറിയാം, ഒത്തിരി കരൾ രോഗികൾ പല രീതിയിൽ, അതായത് അതിൻ്റെ റേഞ്ച് പറഞ്ഞാൽ വളരെ തുടക്കത്തെ സ്റ്റേജ് തുടങ്ങി കുറേ വളരെ സിവിയറായിട്ടുള്ള സ്റ്റേജുകൾ വരയ്ക്കുമുള്ള രോഗികൾ എല്ലായിടത്തും നമ്മളുടെ സമൂഹത്തിൽ തന്നെ ആസകലം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കൂടിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അതിൽ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ നമ്മൾ കരൾ സിറോസിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഏറ്റവും എന്താ പറഞ്ഞാൽ ഇപ്പോൾ രോഗികൾ പ്രധാനമായി അനുഭവപ്പെട്ടു വരുന്ന ഒരു മാനിഫെസ്റ്റേഷനാണ്. ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. അതിൽ ഒരു മാനിഫെസ്റ്റേഷനാണ് ഈ അസൈറ്റിസ് അഥവാ വയറ്റിലെ വെള്ളക്കെട്ട് എന്ന് പറയുന്ന ഈ വയറൊക്കെ വീർത്ത് വരുന്ന ഒരു അവസ്ഥയാണ് ഇതിൻ്റെ രോഗാവസ്ഥ. അതെ അതെ. നമ്മളതിൽ ഇപ്പോൾ അലോപ്പതി ടേമിൽ നമ്മൾ പറയുകയാണെങ്കിൽ, അലോപ്പതി സൈഡിൽ, അതായത് ഇംഗ്ലീഷ് മെഡിസിൻ്റെ സൈഡിൽ നിന്ന് പറയുവാണെങ്കിൽ, ഇങ്ങനെയുള്ള രോഗികളിൽ വയറ് വീർത്ത് വരിക, അതിന് കാരണം അസൈറ്റീസ് ആണ്. അപ്പോൾ ഒരു രീതിയിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഇംഗ്ലീഷ് മെഡിസിനിൽ തന്നെ പറയുവാണെങ്കിൽ അസൈറ്റീസ്, നമ്മളുടെ സാധാരണ എന്താ പറഞ്ഞാൽ ആയുർവേദം അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വൈദ്യന്മാരൊക്കെ പറയുന്നത് അതിന് മഹോദരം എന്ന് പറയുന്നത്, അതായത് ഉദര വലിപ്പം കൂടി വരിക. അപ്പോൾ അതിൽ ഈ അസൈറ്റിസ് എന്ന് പറയുന്ന എന്താ പറയുക രോഗാവസ്ഥയിൽ ഒരു രോഗിക്ക് അനുഭവപ്പെടുന്ന കുറേ കാരണങ്ങളുണ്ട്, കുറേ ഇതുണ്ട്. അതിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറഞ്ഞാൽ കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ, സാധാരണ രോഗികൾ രോഗാവസ്ഥയുടെ ഇതനുസരിച്ച് നടക്കാൻ പറ്റുന്ന രോഗികളുണ്ട്, ബെഡ് റിഡനായിട്ടുള്ള രോഗികളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. അപ്പോൾ നടക്കാൻ പറ്റുന്ന രോഗികളിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു പ്രശ്നം പറഞ്ഞാൽ കിതപ്പ്, പിന്നെ കൂടുതലായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് വരിക. പിന്നെ ഏതെങ്കിലും സംഭവം നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു നടക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോലി ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ കഴിക്കാൻ തന്നെ നമ്മൾ രോഗിയുടെ ബൈസ്റ്റാൻഡറെ വിളിക്കുമ്പോൾ ഇപ്പോൾ വേണ്ട പിന്നെ ആകട്ടെ എന്നുള്ള ആ ഒരു രീതിയിലോട്ട് പോകുന്നൊരു അവസ്ഥ കണ്ടുവരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാൻ കാരണം? ഈ കരൾ രോഗികളിൽ ഇങ്ങനെയുള്ള ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയുർവേദത്തിൽ മഹോദരം എന്നുള്ള പേര് അല്ലേ, വെള്ളക്കെട്ട് എന്ന പേര്, അസൈറ്റിസ് എന്ന പേര്, ഈ ഒരു രോഗാവസ്ഥയിലേക്ക് നയിക്കുന്ന സാഹചര്യം, കാരണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് നമ്മളുടെ എന്താ പറഞ്ഞാൽ കരളിനകത്തോട്ട് രക്തം കൊണ്ടുപോകുന്ന വെയിനെ നമ്മൾ പോർട്ടൽ വെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോർട്ടൽ വെയിൻ എന്ന് പറയുന്ന വെയിൻ, അത് ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് കളക്ട് ചെയ്ത് വരുന്നത് നമ്മളുടെ അന്നനാളം, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന ആമാശയം, അതായത് സ്റ്റൊമക്ക് എന്ന് പറയുന്ന സംഭവം, പിന്നെ അതുകൂടാതെ തന്നെ സ്പ്ലീന്, പാങ്ക്രിയാസ്, പിന്നെ നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതുപോലെ തന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ, അതായത് നമ്മൾ ഇതിൽ പറയുവാണെങ്കിൽ, മലയാളത്തിൽ പറയുവാണെങ്കിൽ കുടൽ, വൻകുടൽ, അങ്ങനെ പറയുന്ന സംഭവം. ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം തന്നെ ബ്ലഡ് കളക്ട് ചെയ്ത്, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരവും ആഹാര പദാർത്ഥങ്ങളെല്ലാം ഇത് കഴിഞ്ഞതിന് ശേഷം, അതിൻ്റെ ദഹന പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം അതുവഴി കൊണ്ടുവരുന്ന അതായത് അതെല്ലാം കളക്ട് ചെയ്ത് ബ്ലഡിൽ കൂടെ നേരെ കൊണ്ടുവരുന്നത് ലിവറിനകത്തോട്ടാണ്. കാരണം ലിവറാണ് അതിൻ്റെ അടുത്ത ഫർദർ ആയിട്ടുള്ള
മെറ്റബോളിസം എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യേണ്ടത് ലിവറാണ്, കരളാണ്. അപ്പോൾ ഈ കരളിലോട്ട് കൊണ്ടുവരുന്ന ആ വെയിൻ നോർമലി ഈ സാധനം, അതായത് ഈ ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് ഈ കരളിനകത്തോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കരളിനകത്തോട്ട് വേറെ പ്രത്യേകിച്ച് തടസ്സങ്ങളോ വേറെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഒരു രക്തസമ്മർദ്ദമോ ബാക്കിയുള്ള സംഭവങ്ങളോ ഒന്നും ഉണ്ടാവാൻ ഒരു കാരണവുമില്ല. പക്ഷേ ഈ കരൾ സിറോസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കരൾ രോഗികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന കാരണം ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൊഴുപ്പ്, കരളിൻ്റെ കോശങ്ങളിലെ കൊഴുപ്പ് അടിയുക, പിന്നെ കോശങ്ങൾക്ക് ഇടയിലൂടെ, അതായത് ഫാറ്റി ഇൻഫിൽട്രേഷൻ എന്ന് പറയും, ആ കൊഴുപ്പ് അടിയുന്നത് കാരണം അതിന് മൂലം നമ്മളുടെ കരളിനകത്ത് ഉള്ള രക്തക്കുഴലുകൾ, അത് കരളിനകത്ത് ഒരിക്കലും രക്തക്കുഴലുകൾ എന്ന് പറയത്തില്ല, അതിനകത്ത് സൈനുസൈഡ്സ് എന്നാണ് പറയുന്നത്. ആ സൈനുസൈഡ്സിൻ്റെ സ്പേസ്, ബ്ലഡ് ഒഴുകി പോകാനുള്ള സ്പേസ് ക്രമേണ കുറഞ്ഞു വരും. അതിൻ്റെ ഒഴുകി പോകാനുള്ള സ്പേസ് കുറഞ്ഞു വരും. അതിനൊരു കാരണം പറഞ്ഞാൽ അതിൻ്റെ മേളിലുള്ള പാരൻകൈമൽ സെൽസ് കംപ്ലീറ്റ് ആയിട്ട് എൻലാർജ് ചെയ്യും. പാരൻകൈമൽ സെൽസ് എൻലാർജ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ക്രമാതീതമായിട്ട് എൻലാർജ് ചെയ്യുമ്പോൾ നോർമലി അതിൻ്റെ സറൗണ്ടിങ് സ്പേസ് എന്ത് ചെയ്യുക പറഞ്ഞാൽ അത് പ്രസ് ചെയ്യും. സോ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിലാണ് ഏത് വരിക പറഞ്ഞാൽ ഈ നമ്മളെ സൈനുസൈഡ്സ് എന്ന് പറയുന്ന ബ്ലഡ് അകത്ത് കൊണ്ടുപോകുന്ന ബ്ലഡ് സ്പേസസ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ രക്തം ഒഴുകി നടക്കുന്ന സ്ഥലങ്ങളെന്നാണ് പറയുന്നത്, അല്ലാതെ വെസൽസ് എന്നോ അല്ലെങ്കിൽ വെയിൻസ് എന്നോ അങ്ങനെ പറയാറില്ല. ആ സൈനുസൈഡ്സ് എന്ന് പറയുന്ന ബെഡ് കംപ്ലീറ്റ് ആയിട്ട് ഞെങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന അത് കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പോർട്ടൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. അതായത് പോർട്ടൽ വെയിനിൽ അധിക രക്തസമ്മർദ്ദം രൂപപ്പെടുമ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഇത്ര ml ബ്ലഡ് രക്തം കരളിനകത്തോട്ട് പോകണം, പക്ഷെ അത്രയും അത് അതിനകത്തോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലായില്ല? അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ താഴത്തെ, അതായത് ആ പോർട്ടൽ വെയിൻ്റെ ലിവറിൻ്റെ താഴത്തെ ഭാഗത്ത് പോർട്ടൽ വെയിൻ എന്ന് പറയുന്ന ആ ഏരിയയിൽ എന്ത് ചെയ്യുക പറഞ്ഞാൽ ആ ഏരിയ വീർക്കാൻ തുടങ്ങും. സാധാരണ രീതിയിൽ നിന്നും വലുതായി വീർത്ത് വരും. വീർത്ത് വരുന്നത് മാത്രമല്ല, നമ്മളുടെ ഇത് പറഞ്ഞാൽ ഹാർട്ട് എന്ന് പറയുന്ന ഓർഗൻ, അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഇതായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബ്ലഡ് എന്ന് പറയുന്നത് നിൽക്കുന്നില്ലല്ലോ, നമ്മൾ ഇത് കയറിയില്ല, അത് കയറിയതിന് ശേഷം അടുത്ത് പമ്പ് ചെയ്താൽ മതിയെന്ന് നമ്മൾ ചെയ്യുന്നില്ലല്ലോ, അത് ഓട്ടോമാറ്റിക് ഓപ്പറേഷനാണ്. സോ അത് വീണ്ടും ഇതിനകത്തോട്ട് പമ്പ് ചെയ്ത് വരുമ്പോൾ ഗ്രാജുവലി പ്രഷർ എന്താ ചെയ്യാൻ പറഞ്ഞാൽ അതിനകത്തുള്ള സമ്മർദ്ദം കൂടി വരികയാണ്. അതിൽ വേറൊരു സംഭവം എന്താ പറഞ്ഞാൽ ഇതിനകത്ത് ഈ പോർട്ടൽ വെയിനകത്ത് ആ സമയത്ത് കാണപ്പെടുന്ന ബ്ലഡ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. ബ്ലഡ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് അതായത് സോഡിയം, അതുപോലെ തന്നെ പൊട്ടാസ്യം, പിന്നെ പറഞ്ഞാൽ കാൽഷ്യം, ഇതുപോലുള്ള എന്താ പറഞ്ഞ അയൺസ്, ഒത്തിരി ഘടകങ്ങൾ ആ ഏരിയയിൽ വന്നിട്ട് അതിൻ്റെ അളവ് കൂടി വരും. ആ ഏരിയയിൽ അതിൻ്റെ ഡെൻസിറ്റി ഹയറായിട്ട് വരും. അപ്പോൾ ഹയറായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സറൗണ്ടിങ്, ഈ ട്യൂബ്, അതായത് ഈ പോർട്ടൽ വെയിനിൻ്റെ ചുറ്റിലുമുള്ള സ്ഥലത്ത് ഇതിൻ്റെ ഇലക്ട്രോലൈറ്റ്സ്, അതിൻ്റെ പുറത്തെ വശത്ത് ഈ ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവ് കുറയുകയും ഇതിനകത്ത് കൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഇതിനകത്തുള്ള ഈ സോഡിയം, പൊട്ടാസ്യം അതുപോലുള്ള ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ നേരെ ഈ ക്യാവിറ്റിക്കകത്ത് ഇതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പൊള്ളയായിട്ടുള്ളൊരു സ്പേസാണ്. നമ്മുടെ വിസറൽ ഓർഗൻ എല്ലാം, നമ്മളുടെ ആമാശയം, അതുപോലെ തന്നെ വൻകുടൽ, ചെറുകുടൽ, പാങ്ക്രിയാസ്, ഇതുപോലുള്ള എല്ലാ ഓർഗൻസും കീപ്പ് ചെയ്ത് വെക്കുന്ന ഒരു പൊള്ളയായിട്ടുള്ള സ്പേസിലാണ്. ആ സ്പേസിൽ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഇലക്ട്രോലൈറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ജമ്പ് ചെയ്യും. സോ സ്വാഭാവികമായിട്ട് ഇലക്ട്രോലൈറ്റ്സ് വരുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളവുമുണ്ട്, അതായത് ജലാംശമുണ്ട് അതിനകത്ത്, നമ്മുടെ പോർട്ടൽ വെയിനകത്ത്. വെളിയിൽ അതിൻ്റെ എന്താ പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ്സ് പുറത്തോട്ട് ജമ്പ് ചെയ്യുന്നുണ്ട്, അതായത് ഡിഫ്യൂസ് ചെയ്ത് പുറത്തോട്ട് വരും. അതിൻ്റെ അടുത്ത പ്രക്രിയ പറഞ്ഞാൽ ഓസ്മോസിസ്. നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഓസ്മോസിസ് ഡിഫ്യൂഷൻ. ഓസ്മോസിസ് വഴി അതിനകത്തുള്ള വെള്ളം, ജലാംശം ഈ ട്യൂബ് വഴി നമ്മൾ സാധാരണ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ആ കരളിൽ വെള്ളം ഇറ്റിട്ട് കരളിൽ നല്ല വീഴുന്ന അതിൻ്റെ താഴെ നിൽക്കുന്ന പോർട്ടൽ വെയിനിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് നമ്മളൊരു കുപ്പിയിൽ തണുപ്പിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതെടുത്ത് പുറത്ത് വെക്കുമ്പോൾ അതിലിങ്ങനെ തുള്ളിയായിട്ട് വരുന്ന പോലെ ഇതേ ഡ്രോപ്സ് ഇതുവഴി നേരെ നമ്മുടെ പെരിട്ടോണിയൽ കാവിറ്റിക്കകത്ത് വയറിങ്ങനെ
വയറിനകത്ത് ഇങ്ങനെ കൂടി വരും. അതാണ് ഇങ്ങനെ വയറ് വീർത്ത് വരാനുള്ള റീസൺ. ഇത് വളരെ സിമ്പിളായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. നേരത്തെ പറഞ്ഞു ഈ നടക്കാനുള്ള ബുദ്ധിമുട്ട്, കുറേ ആൾക്കാർ കിടപ്പ് രോഗാവസ്ഥയിലേക്ക് എത്തുന്നു, കിടപ്പ് രോഗികളാകുന്നു. അവർക്ക് ഈ അമരാല എന്നുള്ള മരുന്ന് എത്രത്തോളം എഫക്റ്റീവാണ്? ഇപ്പം ഞാൻ അതിൽ തന്നെ ഞാൻ ആദ്യം അലോപ്പതി സൈഡ് കൂടെ പോയിട്ട് ഞാൻ ഇത് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോഴേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പം നമ്മൾ ഏതാ പറഞ്ഞാൽ അലോപ്പതി ലെവലിൽ ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് മെഡിസിനാണ് ഫോളോ ചെയ്യാന്ന് വിചാരിക്കും. ഇംഗ്ലീഷ് മെഡിസിൻ ഫോളോ ചെയ്യുമ്പം അതിനകത്ത് വരുന്ന കുറേ ഡയൂറിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പേഷ്യൻസിൽ അവരുടെ ഒരു മെയിൻ പ്രധാന പ്രശ്നം പറഞ്ഞാൽ യൂറിൻ വഴി ഈ ഫ്ലൂയിഡ് വഴി കളയും. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ യൂറിൻ വഴി പുറത്തോട്ട് ഈ വയറിനകത്ത് നമുക്ക് നീർക്കെട്ടുണ്ട്, അല്ലെങ്കിൽ കാലിൽ നീർക്കെട്ടുണ്ട്. അപ്പോൾ ആ നീർക്കെട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ നീരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഡയൂറിറ്റിക്സിൻ്റെ ടാബ് എടുക്കും. ഇപ്പം നമ്മൾ അലോപ്പതിയിൽ നമ്മൾ കൊടുക്കുന്ന അലോപ്പതിയിൽ അതായത് ഇംഗ്ലീഷ് മെഡിസിനിൽ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇതെന്താ പറഞ്ഞാൽ നമ്മളതിന് കുറേ അറേ ഓഫ് എന്താ പറഞ്ഞാൽ ഡയോറിറ്റിക്സ് ഉണ്ട്. ലാസിക്സ്, അൽഡാക്ടോൺ, ലാസിലാക്ടോൺ, അതുപോലെ തന്നെ ഡയറ്റോർ, ടൈഡ്, ഇങ്ങനെ കുറേ അറേ ഓഫ് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഈ മെഡിസിൻ നമ്മൾ എടുക്കാൻ വിചാരിക്കും. ഇപ്പോൾ ഒരാൾക്ക് അതിൻ്റെ റേഞ്ചസ് പല റേഞ്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രേഡ് കൂടുന്നതും കുറഞ്ഞതും അനുസരിച്ച് ഈ കൊടുക്കുന്ന ഡയോറിറ്റിക്സിൻ്റെ അളവിലും വ്യത്യാസം വരും. ഇപ്പോൾ ഒരു മൈൽഡ് അസൈറ്റീസ് വിചാരിക്കുക. മൈൽഡ് അസൈറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇപ്പം മൈൽഡ് അസൈറ്റീസ് ആരെ വിളിക്കാം? അല്ലെന്നുണ്ടെങ്കിൽ ഒരു രോഗി നമ്മൾ കണ്ടു, ഇയാൾക്ക് മൈൽഡ് അസൈറ്റീസ്. അല്ല, വേറൊരു രോഗിയുണ്ട്, അയാൾക്ക് മോഡറേറ്റ് അസൈറ്റീസ്. പിന്നെ വേറെയും ഒരു രോഗിയുണ്ടെന്ന് വിചാരിക്കുക, അയാൾക്ക് ഗ്രോസ് അസൈറ്റീസ്. അപ്പോൾ ഇതിൻ്റെ ഗ്രഡേഷൻ എങ്ങനെയാണ്? മൈൽഡ് അസൈറ്റീസ് എന്ന് പറയുന്ന സംഭവം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു 500 ml താഴെ, 500 ml താഴെയാണ് ഈ വയറ്റിൽ വെള്ളക്കെട്ടുണ്ടെങ്കിൽ അവരുടെ നമ്മൾ പറയുന്നത് എന്താ പറഞ്ഞാൽ മൈൽഡ് അസൈറ്റീസാണ്. ഇനി 500 മുകളിൽ 5 ലിറ്റർ വരെ, 5 ലിറ്ററിന് താഴെ ഉണ്ടെങ്കിൽ 500 മുകളിലായിരിക്കണം, 5 ലിറ്റേഴ്സിന് താഴെയായിരിക്കും. അത്രയും താഴെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ രോഗികളാണെങ്കിൽ നമ്മൾ അവർക്കുള്ളത് പറഞ്ഞാൽ മോഡറേറ്റ് അസൈറ്റീസാണ്. ഇനി 5 ലിറ്ററിന് മുകളിൽ 15 ലിറ്ററിന് താഴെ, ഞാൻ പറയുന്ന ഈ അവസ്ഥ പറഞ്ഞാൽ അവരുടെയൊക്കെ വയറ് പറഞ്ഞാൽ ഭയങ്കര വലിയ നല്ലവണ്ണം വീർത്തിരിക്കുന്നു. അവർക്ക് ശരിക്കും ഒരടി നടക്കാൻ പോലും പ്രയാസമുള്ള രോഗികളാണ്. പിന്നെ ഇതിൽ നടക്കാൻ മാത്രം പ്രയാസമുള്ളല്ലോ, അവർക്ക് ശ്വാസം കിട്ടത്തില്ല. പ്രധാനമായിട്ടും നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തേക്കുന്ന പേഷ്യൻസിൽ കൂടുതലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് എന്താ പറഞ്ഞാൽ ശ്വാസം കിട്ടാതെ വരുന്ന സ്റ്റേജിലാണ് ഈ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് അവിടെ ചെയ്യുന്ന ഇപ്പം നമ്മൾ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഡയോറിറ്റിക്സ് കൊടുക്കുമെന്ന് പറഞ്ഞു, അതിലോട്ട് നമ്മൾ പൂർണ്ണമായിട്ട് വന്നില്ല. ഇനി സെക്കൻഡ്, ഇപ്പം നമ്മൾ ശ്വാസം എടുക്കാൻ പറ്റാത്ത അത്രയും വിമർശത്തിൽ നിൽക്കുന്ന ഒരു രോഗിയാണെങ്കിൽ അവർ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ പാരാസെൻറ്റസിസ്, അതായത് ഫ്ലൂയിഡ് അസ്പിറേറ്റ് ചെയ്ത് കളയും എന്ന് പറഞ്ഞാൽ വയറിനകത്ത് ഇത് നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നീഡിൽ വഴി കത്തീഡ്രൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് നേരെ എന്ത് ചെയ്യുക പറഞ്ഞാൽ ഈ ഫ്ലൂയിഡ് പുറത്തോട്ട് കളയും. അപ്പം ഈ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ തന്നെ എല്ലാ പോഷകമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതിൽ വന്നിട്ട് അങ്ങനെ നമ്മുടെ പ്ലാസ്മയ്ക്കകത്തുള്ള പ്ലാസ്മയാണ് ശരിക്കും പറഞ്ഞാൽ പോർട്ടൽ വെയിനിൽ നിന്ന് എന്താ പറഞ്ഞാൽ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമ്മുടെ പെരിറ്റോണൽ ക്യാവിറ്റിക്കകത്ത് പറയുന്നത്. അതേ സംഭവം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ആസ്പിറേറ്റ് ചെയ്ത് പുറത്ത് കളയുന്നത്. സ്വാഭാവികമായിട്ട് രോഗി എന്താവും? നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്തു, ടാപ്പിംഗ് ഇങ്ങനെ പറയുന്നത് സാധാരണ എന്താ പറയുക ലോക്കലി പറയുവാണെങ്കിൽ ടാപ്പിംഗ് എന്ന് പറയും. നമ്മൾ അലോപ്പതി കിട്ടാൻ പറയാം ആസ്പിറേറ്റ് ചെയ്യാം. സോ ടാപ്പിംഗ് ഇപ്പോൾ സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ രോഗികളുടെ സംസാരിക്കുമ്പോൾ ടാപ്പ് ചെയ്തു, എത്ര പ്രാവശ്യം ടാപ്പ് ചെയ്തു? 5 പ്രാവശ്യം ടാപ്പ് ചെയ്തു, 10 പ്രാവശ്യം ടാപ്പ് ചെയ്തു, 20 പ്രാവശ്യം ടാപ്പ് ചെയ്തു, 30 പ്രാവശ്യം ടാപ്പ് ചെയ്തു, ഇങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം, ആ ഒരു അവസ്ഥയിലോട്ട് പോകും. രണ്ടാമത്തെ വശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ ടാബ് നമ്മൾ എടുക്കുന്നത് ഇപ്പം ഡയോറിറ്റിക്സ് എടുക്കുന്നു, അതായത് ഡയറ്റോർ, അൽഡാക്ടോൺ, ഇങ്ങനെയുള്ള ടാബ് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ രോഗികളിൽ വരുന്ന പറഞ്ഞാൽ അസൈറ്റീസിൻ്റെ ഒരു റിഡക്ഷൻ അവർക്ക് ഫീൽ ചെയ്യും. അതിന് കാരണം എന്താ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ്. ഈ നോർമലി എന്താ പറയുക, നമ്മുടെ കിഡ്നിക്കകത്ത് ഡ്രഗ്സ് ഒന്നും എടുത്തില്ല, അതായത് ഇതിന് വേണ്ടിയിട്ട് മെഡിസിൻ ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ
ഈ ഉപ്പ് എന്ന് പറയുന്ന സാധനം, സോഡിയം എന്ന് പറയുന്ന സാധനം പുറത്തോട്ട് കളയുന്നതിന് പകരം നമ്മുടെ ബോഡി തന്നെ, അതായത് ഈ രോഗാവസ്ഥയിലുള്ള ബോഡി തന്നെ ഡിറ്റക്ട് ചെയ്യും സോഡിയം എനിക്ക് തിരിച്ച് വേണ്ടതാണ് എന്ന് അത് സ്വയം എടുത്തിട്ട് ഈ സോഡിയം എന്ത് ചെയ്യാൻ പറഞ്ഞാൽ റീറ്റെയിൻ ചെയ്യും. പുറത്തോട്ട് കളയുന്നതിന് പകരം സോഡിയം റീറ്റെയിൻ ചെയ്യും. ഇമീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം പോവുകയാണെങ്കിൽ നാം നേരത്തെ പറഞ്ഞു ഇലക്ട്രോലൈറ്റ് ജമ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഫ്ലൂയിഡ് നേരെ വയറിനകത്തോട്ട് നിറയുന്നത്. അതുപോലെ വെളിയിലോട്ട് പോകാനുള്ള സാധനം സോഡിയം തിരിച്ചകത്തെടുക്കുമ്പോൾ ഏതാ പറയുക പറഞ്ഞാൽ കിഡ്നിക്കകത്ത് നിന്ന് തന്നെ വെള്ളവും തിരിച്ച് റിട്ടേൺ ചെയ്യും. സ്വാഭാവികമായിട്ടും ഈ ആൾക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ കൂടി 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 ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ ദിവസം ഡേ ബൈ ഡേ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ കൂടി കൂടി വരും. സോ അങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾ ഡയറോട്ടിക്സ് അപ്ലൈ ചെയ്യും. ഡയറോട്ടിക്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഫ്ലൂയിഡിൽ നല്ല രീതിയിൽ റിഡക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സാർ, ഇതിൻ്റെ ഈ ഒരു രോഗാവസ്ഥയുടെ ഒരു തുടക്കം എങ്ങനെയാണ്? പലപ്പോഴും അത് തിരിച്ചറിയാൻ വൈകുമ്പോഴാണല്ലോ ഇതിങ്ങനെ വീർത്ത് വരുന്നതും മറ്റ് സാധ്യതകൾ തേടുകയൊക്കെ ചെയ്യേണ്ടത്. എങ്ങനെയായിരുന്നു ഇതിനൊരു തുടക്കം രോഗിക്ക് മനസ്സിലാക്കാൻ പറ്റുക? നോർമലി ഇപ്പം നമ്മളെന്ത് ചെയ്യാൻ പറഞ്ഞാൽ സാധാരണ എല്ലാ രോഗികളും ഈ കരൾ സംബന്ധമായിട്ടുള്ള രോഗികൾ അവരുടെ സ്കാൻ റിപ്പോർട്ട് വഴിയാണ് സ്കാൻ ചെയ്യുമ്പോഴാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കരളുടെ അസുഖമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ സ്കാൻ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് പറഞ്ഞാൽ രണ്ടാമത്തെ ചാൻസ് എന്താ പറഞ്ഞാൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വേർഷൻ ഏതാ പറഞ്ഞാൽ ബ്ലഡ് ഒമിറ്റ് ചെയ്യാന്നുള്ളത്. ബ്ലഡ് ഒമിറ്റ് ചെയ്യുക. അപ്പോൾ ഈ രണ്ടവസ്ഥയിലായിരിക്കും ആദ്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റും. ഒന്നുകിൽ ഒരു രോഗിയെ നമ്മൾ കൊണ്ടുപോകുന്ന ബ്ലഡ് ശ്രദ്ധിച്ചിട്ടായിരിക്കും, രക്തം ശ്രദ്ധിച്ച ഒരു ആളിനെ രക്തം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇത് കൊണ്ടുപോകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും. ഇപ്പം ഒട്ടുമുക്കാൽ ആൾക്കാർക്ക് എന്താ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് തന്നെ ലിവറിന് എന്തെങ്കിലും പ്രശ്നം, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പക്ഷെ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ സാമ്പത്തികമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, ഫാമിലി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നത്തിൽ പറഞ്ഞാൽ എനിക്കുള്ള പ്രശ്നമില്ല, കുറേ കഴിയട്ടെ പറഞ്ഞാൽ അതൊരു മൂർച്ഛിച്ച അവസ്ഥയിലോട്ട്. ഇനി ഇനി ഏതെങ്കിലും രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം കരളിന് വളരെ സീരിയസ് ആയിട്ടൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഹോസ്പിറ്റലിൽ പോയി അഡ്വൈസ് കിട്ടി, ഡോക്ടറിൻ്റെ അഡ്വൈസ് കിട്ടി, നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് വന്നു. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഫുഡിൻ്റെ ഒരു പ്രശ്നമാണ് അവിടെ വരുന്നത്. പിന്നീട് അതാണ് ഒരുപാട് പേര് ഞാനിപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തേക്കുന്ന ഒരുപാട് കേസസിൽ അവർ പറഞ്ഞാൽ സാറേ ഞാൻ എന്താ കൊടുത്തേ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് കൊടുക്കുമായിരുന്നു, ആഹാരം കഴിക്കത്തില്ല. നമ്മളില്ല സോളിഡായിട്ടുള്ള ഫുഡ് കഴിക്കാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യാൻ പറഞ്ഞാൽ ലിക്വിഡ് ഫുഡ് കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രമിക്കും. ബൈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് പറഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണ്ടേ, എന്തെങ്കിലും കഴിച്ചാലല്ലേ ഇത് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഇത് കൊടുത്തു അങ്ങനെ ഒരു അവസരമുണ്ട്. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ ഈ അസൈറ്റീസ് വെള്ളക്കെട്ട് എന്നുള്ള ഒരു രോഗാവസ്ഥ അത് പഴയ കാലത്ത് നിന്നും ഈ ഒരു പുതിയ കാലത്ത് കൂടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. എങ്ങനെയാണ് ഈ ഒരു അസൈറ്റീസ് ഉണ്ടാകുന്നത് എന്നതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു വശം കൂടി, അതോടൊപ്പം അമരാലിയ എന്നുള്ള ഒരു മരുന്ന് എത്രത്തോളം അതിന് പ്രതിവിധിയാകുന്നു, അതിനും ഒരു ശാസ്ത്രീയമായൊരു അടിത്തറയുണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഈ വെള്ളക്കെട്ട് എന്ന് പറയുന്ന ആ രോഗാവസ്ഥ, അതായത് അസൈറ്റിസ് എന്ന് പറയുന്ന രോഗാവസ്ഥയിലോട്ട് ഒരു രോഗി എങ്ങനെയാണ് നടന്നു നീങ്ങുന്നത്. അസൈറ്റിസ് എന്ന് പറയുന്ന രോഗാവസ്ഥ വരാനുള്ള പ്രധാന കാരണം നേരത്തെ തന്നെ പറഞ്ഞതുപോലെ കരളിൻ്റെ കോശങ്ങളുടെ അകത്ത് കോശങ്ങൾക്ക് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സൈനുസോയിഡ്സ്, അതായത് ബ്ലഡ് ഒഴുകി പോകുന്ന സൈനുസോയിഡ്സിലെ കവർ ചെയ്തിരിക്കുന്ന സെൽസിൻ്റെ പേരാണ് കഫർ സെൽസ് എന്ന് പറയുന്നത്. സോ ആ സെൽസിൽ എന്ത് സംഭവിക്കുക പറഞ്ഞാൽ ആ സെൽസ് ശരിക്കും പറഞ്ഞാൽ ഈ നാരുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, നാരുകൾ പോലെ ഇങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്. സോ നാരുകൾ പോലെ മാറുന്നത് കൂടാതെ തന്നെ ആ നാരുകൾ പോലെ മാറുന്ന അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്പേസ് ഞാൻ നേരത്തെ പറഞ്ഞു സ്പേസ് കുറയുകയും ചെയ്യും. സോ ഈ നാരുകൾ പോലെ മാറുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കുറയുന്നതോ പറഞ്ഞാൽ ചുമ്മാ കുറയത്തില്ല, അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ ആകത്തുമില്ല, വെറുതെ അങ്ങനെ ആകത്തില്ല. അപ്പോൾ അതിനാകാനുള്ള റീസൺ എന്താ പറഞ്ഞാൽ നമ്മളുടെ ഈ കരളിലെ രൂപമാറ്റം വരുമല്ലോ. രൂപമാറ്റം പറഞ്ഞാൽ കരളിൻ്റെ കോശങ്ങളുടെ എന്താ പറയുക നമ്മളുടെ ഫാറ്റി ഇൻഫിൽട്രേഷൻ അല്ലെങ്കിൽ ത്രോംബോസിസ് ഇതുപോലുള്ള സംഭവങ്ങൾ
വരുന്നത് മൂലം എന്ത് ചെയ്യാൻ പറഞ്ഞാൽ രൂപമാറ്റം സംഭവിക്കുന്നു. സോ ആ രൂപമാറ്റം സംഭവിക്കുമ്പോൾ തന്നെ അതോടൊപ്പം അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത് വരേണ്ട കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഈ കരളിനകത്ത് കൺസ്ട്രക്ഷൻ, കരളിൻ്റെ പുറത്തുള്ള അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ടൈപ്പ് ഓഫ് സിറോസിസ് ഉണ്ട്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കരളിൻ്റെ പുറത്ത് ഇപ്പം നമ്മൾ എന്താ പറഞ്ഞാൽ സ്പ്ലാങ്കനിക് സർക്കുലേഷൻ, ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അപ്പം കരളിനകത്ത് എന്ത് ചെയ്യുക പറഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. കൺസ്ട്രക്ഷൻ പറഞ്ഞാൽ കരളിനകത്തുള്ള ബ്ലഡ് വെസൽസ് കംപ്ലീറ്റ് ആയിട്ട് ചുരുങ്ങുക ചെയ്യുന്നു. ചുരുങ്ങുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ചുരുക്കം സംഭവിക്കുന്നത് കൊണ്ട് ആണ് ഈ പോർട്ടൽ വെയിനിൽ എന്ത് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ വെയിൻ വീർത്തിട്ട് പോർട്ടൽ വെയിനിൽ അധിക രക്തസമ്മർദ്ദം വരുന്നത്. സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് പറഞ്ഞാൽ സാധാരണ രീതിയിൽ 10-11 വരെയൊക്കെ മാക്സിമം വരാം പോർട്ടൽ വെയിൻ്റെ സൈസ്. അത് രക്തസമ്മർദ്ദം കൂടുന്നതനുസരിച്ച് 18 വരാം. 18 വരുമ്പോഴാണ് എന്ത് ചെയ്യുക പറഞ്ഞാൽ ഒരാൾ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വാസോ കൺസ്ട്രിക്ടർ എന്ന് പറയുമ്പോൾ നമ്മളുടെ വെസൽസ് ചുരുക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറഞ്ഞു വരികയാണെങ്കിൽ എൻഡോത്തീലിൻ, പിന്നെ അതുപോലെ തന്നെ RAAS, അതായത് റെനിൻ ആൻജിയോടെൻസിൻ അൾഡോസ്റ്റിറോൺ സിസ്റ്റം. പിന്നെയുള്ളത് പറഞ്ഞാൽ മൂന്നാമത്തത് സിന്തറ്റിക് നെർവസ് സിസ്റ്റം. അങ്ങനെയുള്ള കുറച്ച് ഘടകങ്ങളാണ് ഇതിൻ്റെ എന്താ പറഞ്ഞാൽ വാസോ കൺസ്ട്രിക്ഷൻ, അതായത് രക്തനാളങ്ങൾ അല്ലെങ്കിൽ രക്തക്കുഴലുകൾ ചുരുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഘടകങ്ങൾ. ശരിക്കും അതിന് പകരം അവിടെ ആക്ട് ചെയ്യേണ്ട ഏതാ പറഞ്ഞാൽ അതിനെ വികസിപ്പിക്കാനുള്ള ഘടകങ്ങളാണ് അവിടെ ആക്ട് ചെയ്യേണ്ടത്. മനസ്സിലായില്ല? ഇപ്പൊ ഈ ചുരുങ്ങിപ്പോകുന്ന സാധനം കൂടുതലായിട്ട്, അതായത് അയണിന്റെ പ്രൊഡക്ഷൻ കൂടുകയും, നമ്മൾ കരൾ സിറോസിസ് രോഗികളിൽ ഏറ്റവും കണ്ടുവരുന്ന ഒരു സംഭവം എന്താ പറഞ്ഞാൽ ഇതിന്റെ അളവ് ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്യും. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് റിയാക്ട് ചെയ്യുന്ന ഘടകമാണ് അതിന് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യേണ്ടത്. സോ അങ്ങനെ വരുന്ന ഒരു സംഭവം ഏതാ പറഞ്ഞാൽ നമ്മുടെ നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞ സാധനം. സോ ആ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഘടകം അതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിന് പകരം സ്വാഭാവികമായിട്ടും ലിവറിൽ എന്ത് സംഭവിക്കുക പറഞ്ഞാൽ, കരളിൽ എന്ത് സംഭവിക്കുക പറഞ്ഞാൽ ഈ നൈട്രിക് ഓക്സൈഡ് സ്വാഭാവികമായിട്ടും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അളവ് നമുക്ക് ഇത്ര വേണമെങ്കിൽ പക്ഷെ അത്രയും കിട്ടുന്നില്ല. അതിൽ നിന്നും എന്ത് ചെയ്യുക പറഞ്ഞാൽ അതിൽ നിന്നും കുറഞ്ഞിട്ടാണ് അതിൻ്റെ, അതായത് നമുക്ക് വേണ്ട അളവിൽ നിന്നും കുറവായിട്ടാണ് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ കരളിനോട് കിട്ടുന്നത്. 2, ഇത് ഒരു സൈഡിൽ കൂടെ കുറഞ്ഞ അളവാണ് കിട്ടുന്നത്. വീണ്ടും എന്ത് സംഭവിക്കുക പറഞ്ഞാൽ ആ കുറഞ്ഞ് കിട്ടുന്ന മാത്രമല്ല, ആ കുറഞ്ഞ് കിട്ടുന്ന സാധനം നശിച്ചു പോകും. അതായത് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അത് നശിക്കുക ചെയ്യുന്നു. അപ്പോൾ ആ നശിക്കുന്ന രീതിയിൽ, അതായത് ഡിസിൻറ്റഗ്രേഷൻ എങ്ങനെയാണ് വരുന്നത്, ഞാൻ സയൻസാണ് പറയുന്നത്. ആ ഡിസിൻറ്റഗ്രേഷൻ എങ്ങനെയാണ് വരിക പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഡാമേജ്ഡ് ലിവർ, നോർമൽ ലിവർ അല്ല, അതായത് എന്താ ചെയ്യുക, ഡാമേജ് ആയിട്ടുള്ള ഒരു ലിവറിനകത്ത് വരുന്നൊരു രീതി എന്താ പറഞ്ഞാൽ, അതായത് ഫ്രീ ഓക്സി റാഡിക്കൽ എന്ന് പറയും, അതായത് ഫ്രീ ഓക്സി റാഡിക്കൽ അല്ലെങ്കിൽ സൂപ്പർ ഓക്സൈഡ് എന്ന് പറയും. ഈ സൂപ്പർ ഓക്സൈഡ് നോർമലി ഏതിൻ്റെ കൂടെ റിയാക്ട് ചെയ്യേണ്ട പറഞ്ഞാൽ സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് പറഞ്ഞ എൻസൈമിൻ്റെ കൂടെ റിയാക്ട് ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരം ഈ സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുന്ന റാഡിക്കൽ ഏതിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുക പറഞ്ഞാൽ ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ കൂടെ റിയാക്ട് ചെയ്ത് നൈട്രിക് ഓക്സൈഡിനെ വീണ്ടും എന്ത് ചെയ്യുക പറഞ്ഞാൽ വീണ്ടും അതിനെ ഡിസിൻറ്റഗ്രേഷൻ പ്രോസസ്സിലോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് അതായത് രക്തനാളങ്ങൾ, കരളിനകത്തുള്ള രക്തനാളങ്ങൾ വികസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവം കരളിനകത്ത് കിട്ടുന്നില്ല. സർ, ഇവിടെ ഇത്രയും സങ്കീർണമായ ഒരു രോഗാവസ്ഥയിലൂടെയാണ് രോഗി കടന്നു പോകുന്നത്. ഇവിടെ അമരാലയ എന്നുള്ള ഈ ഉൽപ്പന്നം, ഈ ഒരു മരുന്ന് എഫക്റ്റീവ് ആകുന്നത് എങ്ങനെയെന്ന രീതിയിൽ താങ്കൾ സംസാരിച്ചു. ഒപ്പം മറ്റ് മരുന്നുകളും രോഗി സ്വീകരിക്കേണ്ടതുണ്ടോ? അല്ല, അമരാലയ എന്നുള്ള ഒരു മരുന്ന് കൊണ്ട് മാത്രം പൂർണ്ണമായും ഈ രോഗാവസ്ഥയിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുമോ? അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ രോഗാവസ്ഥ അത് ഒരു ഫാക്ടറാണ്. രോഗാവസ്ഥ പറഞ്ഞാൽ നമ്മൾ 0 to 100 എന്നൊരു സ്കെയിൽ വയ്ക്കുകയാണെങ്കിൽ, അതായത് 0 തൊട്ട് 100 എന്നൊരു സ്കെയിൽ വയ്ക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്നത് നമ്മളുടെ രോഗാവസ്ഥ 100 എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 70 എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 50, ഇതിൽ ഏത് ഗ്രേഡ് വേണമെങ്കിലാണ്. ഇപ്പം 100 നിൽക്കുന്ന ഒരാൾ ആൾറെഡി അവരെന്ത് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഒരാൾ ബ്ലഡ് വൊമിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും?
ഇപ്പം നമ്മളുടെ അടുത്ത് തന്നെ ഒരാൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ബ്ലഡ് വൊമിറ്റ് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ് ആയിട്ട് അമരാലയ അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ അവർ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹോസ്പിറ്റലിലേക്കാണ്. അപ്പം ഹോസ്പിറ്റലിൽ പോവുക, അങ്ങനെ എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എവിടെയാണ് ബ്ലീഡ് ചെയ്തൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ എൻഡോസ്കോപ്പി ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ വൈറ്റമിൻ കെ അങ്ങനെയുള്ള സംഭവം കൊടുത്ത് ഇഞ്ചെക്ട് ചെയ്യുക. അതിന് ആദ്യം എമർജൻസി ആയിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ അവിടെ വരുന്ന എന്താ പറഞ്ഞാൽ അന്നനാളത്തിനകത്ത് അതായത് ഈസോഫേജിയൽ വേരിസസിൽ എന്താ പറഞ്ഞ ക്യാപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് പ്രധാനമായിട്ട്. അതായത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട സംഭവം അതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരല്ലേ കഴിക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക പറഞ്ഞാൽ ഇംഗ്ലീഷ് മെഡിസിൻ, അതായത് അലോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, ലാസിക്സ് കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൽ നമ്മൾ അമരാലയ കഴിക്കുക ചോദിച്ചാൽ കഴിക്കും, 100% കഴിക്കും. ഇനിയല്ല അമരാലയ മാത്രമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും, അതായത് എന്ത് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ ഭയങ്കര മാസീവ് അസൈറ്റീസ് അല്ലെങ്കിൽ ഗ്രോസ് അസൈറ്റീസ് ഉള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഇത് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരും, പുറകിലോട്ട് വരൂല എന്ന് പറയുന്നില്ല. പക്ഷെ വരുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ സ്ലോ ആയിരിക്കും. സാർ ഈ പറഞ്ഞതുപോലെ ഈ അസൈറ്റീസ്, ഈ വെള്ളക്കെട്ട് എന്നുള്ള രോഗാവസ്ഥ, ലിവർ സിറോസിസ് എന്നുള്ള രോഗാവസ്ഥ, ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സാറിനും പറയാനുണ്ട്, നമുക്ക് ചോദിക്കാനുണ്ട്, പ്രേക്ഷകർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. പക്ഷേ നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളത് കാരണം ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു അധ്യായം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാറായിരിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ, തൊട്ടടുത്ത എപ്പിസോഡിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.